കൂനമ്മാവിൽ മേൽപ്പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ഇടപ്പള്ളി പ്രൊജക്ട് ഡയറക്ടർ ഓഫീസിലേക്ക് ബഹുജന മാർച്ച്. ചങ്ങമ്പുഴ പാർക്കിൽ നിന്ന് നൂറുകണക്കിന് പേർ പങ്കെടുത്ത ബഹുജന മാർച്ചിനെ തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ മുൻ MP ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്തു. സമരസമിതി ചെയർമാൻ തമ്പി മേനാച്ചേരിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മുൻ കളക്ടർ MV ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. കൂനമ്മാവിൽ മേൽപ്പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പ്രൊജക്ട് ഡയറക്ടർ ഓഫീസിലേക്ക് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ചങ്ങമ്പുഴ പാർക്കിൽ നിന്ന് ആരംഭിച്ച ബഹുജന മാർച്ചിൽ നൂറുകണക്കിന് പ്രദേശവാസികൾ, റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ, സെന്റ് ഫിലോമിനാസ് ഇടവക അംഗങ്ങൾ, വ്യാപാരികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, വിവിധ സംഘടനകൾ, സമരസമിതി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രതിഷേധ ധർണ മുൻ MP ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ വരച്ചു, ആ വരയിലൂടെ തന്നെ ഞങ്ങൾ നിർമ്മിക്കും എന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയെ ശാഠ്യപ്പിടിച്ചാൽ അതൊരു ദുശാഠ്യമാണ്. ദേശീയ പാതകൾ പണിയുന്നത്, പാലം പണിയുന്നത്, കരിക്ക് പണിയുന്നത് ഒക്കെ അത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. നമുക്കെല്ലാം അറിയാവുന്ന സ്ഥലമാണ് കൂനമ്മാവ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു വലിയ നിർമ്മാണം നടത്തുമ്പോൾ ഇത് എത്ര കൊല്ലത്തേക്ക് നിൽക്കാനുള്ളതാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 5-10 കൊല്ലം കഴിയുമ്പോൾ പൊളിച്ചു മാറ്റാൻ കഴിയുന്ന ഒന്നല്ല. ഇപ്പോൾ ദീർഘകാലത്തേക്ക് നിർമ്മിക്കുന്ന ഒരു നിർമ്മാണ പ്രവർത്തനം, അതിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന അപാകതകൾ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നത് അധികാരികളുടെ ഉത്തരവാദിത്തമാണ്. 13ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കൂനമ്മാവിൽ 2025 ജനുവരി 30 കേന്ദ്ര സർക്കാർ അംഗീകരിച്ച 150 മീറ്റർ ദൈർഘ്യമുള്ള വയാഡക്റ്റും 2 അടിപ്പാതകളും 7 മുതൽ 7.5 മീറ്റർ വരെ വീതിയുള്ള സർവീസ് റോഡുകളും നടപ്പാതയും കൈവരികളും ഉൾപ്പെടുത്തി എലിവേറ്റഡ് റോഡ് നിർമ്മിക്കണമെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ അംഗീകരിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. പ്രൊജക്ട് ഡയറക്ടർ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൽ മുൻകൈയെടുക്കാത്ത പക്ഷം സമരം ശക്തമാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പുണ്യഭൂമിയായ കൂനമ്മാവിൽ എലിവേറ്റഡ് റോഡ് നിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് മുൻ കളക്ടർ MV ജോസഫ് പറഞ്ഞു. പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് യേശുദാസ് പറപ്പള്ളി, NH66 സംരക്ഷണ സമിതി കൺവീനർ ഹാഷിം ചേന്നാമ്പിള്ളി, വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് KH സദക്കത്ത്, HMS സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി മാത്യു, വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൂനമ്മാവ് യൂണിറ്റ് പ്രസിഡന്റ് VM മാർട്ടിൻ, KLCA വരാപ്പുഴ അതിരൂപത പ്രസിഡന്റ് പോൾ ചെറുകടുവിൽ, AAP എറണാകുളം ജില്ലാ കോർഡിനേറ്റർ തോമസ് പോൾ, സമരസമിതി കോർ കമ്മിറ്റി അംഗം മേരി ബിന്ദോഷ്, വൈസ് ചെയർമാൻ ജസ്റ്റിൻ ഇലഞ്ഞിക്കൽ, കോർ കമ്മിറ്റി സെക്രട്ടറി ടോമി ചന്ദനപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. എനിക്ക് പറയാനുള്ളത്, വരുന്ന ഞായറാഴ്ച 365 ദിവസം തികയുമ്പോൾ നമ്മളുടെ സമരം ഇവർ മുട്ടുമടക്കുന്നത് വരെ, ഇവരെ മുട്ടുമടക്കിച്ച് ഇവർ നമ്മൾക്ക് മുട്ടുമടക്കി നമ്മൾക്ക് വേണ്ടുന്ന ആ എലിവേറ്റർ റോഡ് കൂനമ്മാവിൽ സ്ഥാപിക്കുന്നത് വരെ ഈ സമരം തുടരുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സമരസമിതി ചെയർമാൻ തമ്പി മേനാച്ചേരി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കൂനമ്മാവ് സെന്റ് ഫിലോമിനാസ് പള്ളി അങ്കണത്തിൽ വെച്ച് ബഹുജന മാർച്ചിൽ പങ്കെടുക്കാൻ എത്തിയവരുടെ വാഹനങ്ങൾ ഫാദർ തോംസൺ ഒളാട്ടുപുറത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പറവൂർ. പറവൂർ ഗോൾഡ് ജ്വല്ലറി, നോർത്ത് പറവൂർ.